ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് NIOS ഫിസിക്സിലുള്ള സ്കാറ്ററിംഗ് ചാപ്റ്റർ, ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ, അതിലുള്ള ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. തിരിച്ചും മറിച്ചും റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഒരു സെഷൻ ആണിത്. എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആയിരിക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ സ്കാറ്ററിംഗിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ചുവന്ന കളർ ആവുന്നത്? നമ്മുടെ ആകാശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, റെഡ് കളറിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മേഘങ്ങൾ വെള്ള കളറായിരിക്കുന്നത്? അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലും നമുക്ക് MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിച്ചു കാണുന്ന ഒരു സെഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ്. നിങ്ങൾ പഠിച്ചു വെക്കുക നിങ്ങളുടെ ഫിസിക്സിന്റെ ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിംഗ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് വൺ, വൈ ഈസ് സ്കൈ ബ്ലൂ? എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ആകാശം നീല കളറായി കിടക്കുന്നത്? നമുക്കറിയാം വിസിബിൾ ലൈറ്റിൽ വയലറ്റ് മുതൽ റെഡ് വരെ 7 കളേഴ്സ് ഉണ്ട്. അത് എന്തുകൊണ്ടാണ് പച്ച ആവാത്തത്? എന്തുകൊണ്ടാണ് ചുവപ്പ് ആവാത്തത്? ചുവപ്പ് സൺറൈസ് സൺസെറ്റ്സ് ആവുന്നുണ്ട്, നമുക്ക് അപ്പൊ ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് അത് യെല്ലോ കളർ ആവാത്തത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിനൻ കാരണമാണ് ഇങ്ങനെ ഒരു ബ്ലൂ കളർ അപ്പിയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആകാശത്ത് കൂടെ ലൈറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസും അല്ലാതെ കുറെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇതിങ്ങനെ ഈ നമ്മുടെ ലൈറ്റിനെ ഇങ്ങനെ സ്കാറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ഇത് കാണുന്നുണ്ടാവില്ലേ നിങ്ങൾ, ഇങ്ങനെ സ്കാറ്ററിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ സ്കാറ്ററിംഗ് എന്ന് പറയാം. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള ആ ഒരു ലൈറ്റിന്റെ സെഷൻസ് ഒക്കെ എന്തായിരിക്കും, അല്ലെങ്കിൽ ഷോർട്ടർ വേവ് ലെങ്ത് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ കൂടുതൽ സ്കാറ്ററിംഗ് നടക്കും. അതിന് റീസൺ നിങ്ങൾ പഠിച്ചു വെക്കണം. റെയ്ലേക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന ആണ് റെയ്ലേക് സ്കാറ്ററിംഗ്. അപ്പൊ അക്കോർഡിംഗ് ടു ദാറ്റ് നമുക്കറിയാം സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റി is inversely proportional to 4th power of എന്താണ് ഡിസ്റ്റൻസ്. ഈ ഒരു ഒറ്റൊരു റിലേഷൻ ആണ് ഇതിന് റീസൺ. ഒന്നുമില്ല, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ മതി, സ്കാറ്ററിംഗ് കൂടുമ്പോൾ, അല്ല സോറി, വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറയും. ഓക്കെ, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഒരു ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെ, ആ ഒരു ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഒരു വേവ് ലെങ്ത് കൂടുന്തോറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്ററിംഗ് കുറയും. അപ്പൊ നമ്മൾ ഷോർട്ടർ വേവ് ലെങ്ത് ആവുമ്പോൾ, അതായത് വേവ് ലെങ്ത് കുറയുമ്പോൾ നമ്മുടെ സ്കാറ്ററിംഗിന്റെ ഇന്റൻസിറ്റി കൂടുന്നു. അപ്പൊ നമുക്കറിയാം ഏറ്റവും ഷോർട്ടർ വേവ് ലെങ്ത് ആർക്കാ ഉള്ളത്? വയലറ്റ് ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് വയലറ്റ് ആവാത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവൂലെ. വയലറ്റിന് വളരെ കുറച്ച് വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സ്കാറ്റർ ചെയ്ത് തീർന്നു പോകും. പിന്നെ ബാക്കിയുള്ളത് ആരാ? ബ്ലൂ ആണ്. റെഡ് ഒക്കെ ഹയർ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ റെഡ് എന്താണ്? സ്കാറ്ററിംഗ് കുറവായിരിക്കും. അങ്ങനെ കൂടുതൽ ഏറ്റവും ലോവസ്റ്റ് വേവ് ലെങ്ത് ആയിട്ടുള്ള വയലറ്റ് സ്കാറ്റർ ചെയ്ത് പോകുന്നത് കാരണം പിന്നെ വരുന്നത് ബ്ലൂ ആണ് അല്ലെ. ഈ ബ്ലൂ ലൈറ്റിൽ എന്താവും? കൂടുതൽ സ്കാറ്ററിംഗ് നടക്കും. ആസ് എ റിസൾട്ട് ബ്ലൂ ലൈറ്റ് ഇങ്ങനെ നമ്മുടെ സ്കൈയിൽ പരന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആവുന്നതെന്ന് പഠിച്ചല്ലോ. സ്കാറ്ററിംഗ് ആണ് റീസൺ എന്ന് മറന്നു പോകരുത്. ബിക്കോസ് ഷോർട്ടർ വേവ് ലെങ്ത് ആർ സ്കാറ്റേർഡ് മോർ ദാൻ ദ ലോങ്ങർ വേവ് ലെങ്ത്. ഓക്കെ, ദി വേവ് ലെങ്ത് കൂടുന്തോറും സ്കാറ്ററിംഗ് കുറയും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. നിങ്ങൾ സിമ്പിൾ ആയിട്ട് അത് എഴുതി വെച്ചാൽ മതി. റെയ്ലേക് സ്കാറ്ററിംഗ് ആണ് അതിന് കാരണം. വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറയും. ബ്ലൂവിന് എന്താണ്? ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. ഷോർട്ടർ വേവ് ലെങ്ത് ആയതുകൊണ്ട് മോർ സ്കാറ്ററിംഗ്, കൂടുതൽ സ്കാറ്ററിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? ഈ ഒരു പിക്ചറിൽ കണ്ടോ, കൂടുതൽ സ്കാറ്ററിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്കൈ കംപ്ലീറ്റ്ലി ബ്ലൂ ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവാം. ഇനി അടുത്തത് നോക്കുക, വൈ ആർ ക്ലൗഡ്സ് വൈറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ മേഘങ്ങൾ വെള്ള കളറായി കിടക്കുന്നത് അല്ലെ? നല്ല രസമാണ് എല്ലാവരും പഞ്ഞിക്കട്ട പോലെ ഇങ്ങനെ വെള്ള കളറിലെ നമ്മൾ കോട്ടൺസ് പോലെ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ക്ലൗഡ്? അതിന് റീസണും സ്കാറ്ററിംഗ് തന്നെയാണ്, മറന്നു പോകരുത്. നമുക്കറിയാം ക്ലൗഡ്സിൽ എന്തിന്റെ കണ്ടന്റ് ഉണ്ട്? വാട്ടർ കണ്ടന്റ് ഉണ്ട് അല്ലെ. ക്ലൗഡ്സ് ആണല്ലോ നമുക്ക് റെയിൻ തരുന്നത്. അപ്പൊ ഒബ്വിയസ്ലി എന്താണ്? വാട്ടർ കണ്ടന്റ് ഉണ്ട്. ഈ വാട്ടർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ലൈറ്റിന്റെ എല്ലാ കളേഴ്സിനെയും ഈക്വൽ ആയിട്ട് സ്കാറ്റർ ചെയ്യും. ഇവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് ആണ് ഈക്വൽ ഇന്റൻസിറ്റിയിൽ എല്ലാ വേവ് ലെങ്തിനെയും, ചോപ്പ് അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ ഹയർ വേവ് ലെങ്ത് ലോവർ വേവ് ലെങ്ത് എന്നുള്ള കണക്കൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ക്ലൗഡിലുള്ള വാട്ടർ കണ്ടന്റ്, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ വേപ്പറിൽ ഡ്രോപ്ലെറ്റ്സ് ഇല്ല, അതിലുള്ള ഈ ഡ്രോപ്ലെറ്റ്സ് ഈക്വൽ
ഈക്വൽ ആയിട്ട് ഒരേപോലെ സ്കാറ്ററിങ് നടത്തുന്നത് കൊണ്ട് തന്നെ എല്ലാ കളറും ഒരേപോലെ സ്കാറ്റർ ആയിട്ട് പോകും. ഓക്കെ, എല്ലാ വേവ് ലെങ്തും ഒരേപോലെ സ്കാറ്റർഡ് ആയിട്ട് തീർന്നു പോകും. ആസ് എ റിസൾട്ട് പ്രത്യേകിച്ച് ഒരു കളറും ഇല്ലാത്ത വെള്ള കളറിലായിരിക്കും നമ്മൾ ഈ ഒരു മേഘങ്ങളെ കാണപ്പെടുക. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ഈക്വൽ സ്കാറ്ററിംഗ് ആണ് ക്ലൗഡ്സ് വൈറ്റ്സ് ആവുന്നത്. ഇനി നെക്സ്റ്റ് ആണ്, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന സമയത്തും ചുവപ്പ് കളറിൽ കിടക്കുന്നത്, അല്ലാത്ത സമയത്ത് നീല കിടക്കുന്നതും സ്കാറ്ററിംഗ് ആണ്, അല്ലാത്ത നമ്മൾ വൈകുന്നേരങ്ങളിലും പുലർച്ചയ്ക്കും റെഡ് ആവുന്നതും സ്കാറ്ററിംഗ് ആണ്. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടലും ഭൂമിയും ഒരേപോലെ മീറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിനാണ് നമ്മൾ ഹൊറൈസൺ എന്ന് പറയാ. ഈ ഒരു പിക്ചർ കണ്ടോ, ആ ഒരു സൂര്യൻ ഇങ്ങനെ താഴ്ന്ന ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ ഒരു സൺസെറ്റിന്റെ സമയത്ത് അല്ലെങ്കിൽ സൺറൈസിന്റെ സമയത്ത് ഇങ്ങനെ ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയല്ലേ കാണാൻ? ആ ഒരു വെള്ളവും ആകാശവും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ ഹൊറൈസൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ലൈറ്റ് വൈകുന്നേരങ്ങളിലും രാവിലെകളിലും സൺ എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഈ ഹൊറൈസണിലാണ് ഉണ്ടാവുക. ഹൊറൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡിസ്റ്റൻസ് ആണ്, ലൈറ്റിന് നല്ലൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, കുറേ ട്രാവൽ ചെയ്യണം അല്ലെ? ആ ഒരു ഹൊറൈസണിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൺ എന്താണ്, ആ ഒരു നല്ല വലിയ ഡിസ്റ്റൻസിലല്ല ഉണ്ടാവുക. പക്ഷെ നമ്മൾ സൺസെറ്റിന്റെയും സൺറൈസിന്റെയും ടൈമിൽ ഈ ഒരു സണ്ണിന്റെ പൊസിഷൻ ഇവിടെ ഹൊറൈസണിലാണ്. ഹൊറൈസണിലായതുകൊണ്ട് തന്നെ അത്രയും ഡിസ്റ്റൻസ് ആർക്ക് ട്രാവൽ ചെയ്യണം? ലൈറ്റിന് ട്രാവൽ ചെയ്യണം. ആസ് എ റിസൾട്ട് ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വേവ് ലെങ്ത് കുറഞ്ഞ ആൾക്കാരൊക്കെ എന്താണ്, സ്കാറ്ററിങ് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു വേവ് ലെങ്ത് കുറഞ്ഞ കളേഴ്സ് മൊത്തം, വയലറ്റ് മുതലുള്ള കളേഴ്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്കാറ്ററിങ് നടന്ന് തീർന്നു പോകും. ഓക്കെ, ആ ഒരു കളേഴ്സ് എല്ലാം തീർന്നു പോകും. പിന്നെ ആരേ ബാക്കിയുള്ളൂ? ഹയർ വേവ് ലെങ്ത് ഉള്ള റെഡ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു റെഡ് ആയിട്ടായിരിക്കും നമുക്ക് സൺറൈസിലും സൺസെറ്റിലും അപ്പിയർ ആവുന്നുണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാണ് ചുവപ്പ് കളർ ആവുന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് സൺ ഇസ് നിയർ ദ ഹൊറൈസൺ. ഹൊറൈസണിന്റെ അടുത്തായതുകൊണ്ട് തന്നെ ലൈറ്റിന് ഒരു നല്ലൊരു ഡിസ്റ്റൻസ്, ഗ്രേറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. ആസ് എ റിസൾട്ട് ചെറിയ വേവ് ലെങ്ത്തിൽ വരുന്ന ലൈറ്റ്സ് എല്ലാം സ്കാറ്റേർഡ് ആയിട്ട് തീർന്നു പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഹയർ വേവ് ലെങ്ത്തിലുള്ള റെഡ് മാത്രമേ അവിടെ ബാക്കി വരുന്നുള്ളൂ. ഈ ഒരു റീസൺ കാരണമാണ് സൺസെറ്റിലും സൺറൈസിലും റെഡ് കളർ ആയിട്ട് സ്കൈ എടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്കാറ്ററിംഗിന്റെ 3 ആപ്ലിക്കേഷൻസ് പഠിച്ചല്ലോ, അല്ലെങ്കിൽ നമ്മൾ റിയൽ ലൈഫിൽ എന്താണ്, എവിടെയാണ് സ്കാറ്ററിംഗ് സംഭവിക്കുന്നത് പഠിച്ചല്ലോ. ഈസി അല്ലേ? അപ്പൊ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തെറ്റിക്കരുത്, സ്കാറ്ററിംഗ് മറക്കരുത്. എന്തുകൊണ്ടാണ് ക്ലൗഡ്സ് വൈറ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആവുന്നത്? വൈ സ്കൈ റെഡ് അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? മറന്നു പോകരുത്. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാം. മോർ കണ്ടന്റിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.